ഏറെക്കാലമായി നിലനിന്ന പിണക്കം അവസാനിപ്പിച്ചുകൊണ്ടാണ് വി.എസ്. അച്യുതാനന്ദൻ എം.എം. മണിക്ക് വോട്ടഭ്യർത്ഥിച്ച മണ്ഡലത്തിലെത്തിയത്. വി.എസിന്റെ പ്രസംഗം പ്രവർത്തകരെ ആവേശഭരിതരാക്കി. വേദിയിലെത്തിയ വി.എസ്. പഴയ സ്നേഹിതനെ ആവോളം പുകഴ്ത്തുകയും ചെയ്തു. എം.എം. മണി ഉടുമ്പൻചോലയിലും ഇടുക്കിയിലും കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും പട്ടിണി പാവങ്ങളുടെയും എല്ലാം അവകാശങ്ങൾക്ക് വേണ്ടി ചെറുപ്പകാലം മുതൽ പ്രവർത്തിച്ച് ബഹുമാനിതനായ മണിയെ നിങ്ങൾ ഉടുമ്പൻചോലയിൽ നിന്ന് കേരള ലെജിസ്ലേച്ചറിലേക്ക് അയച്ച് പഴയ നേതാവ് വോട്ട് ചോദിച്ച് വേദി വിട്ടപ്പോൾ മണിയാശാന്റെ പ്രതികരണം ഇങ്ങനെ: ദീർഘപ്രസംഗമൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സ്ഥാനാർത്ഥികൾ പ്രസംഗിക്കാൻ പാടില്ലെന്നാണ്. അത് അല്ല സാധാരണ പതിവില്ല. അല്ലെ എനിക്ക് പ്രസംഗിക്കാൻ അറിയാമല്ലെന്ന് അറിയാവുന്നറിയാമല്ലോ. 2007 വരെ വി.എസിന്റെ വിശ്വസ്തനും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായാണ് എം.എം. മണി അറിയപ്പെട്ടിരുന്നത്. എന്നാൽ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ ഭാഗമായി മൂന്നാറിലെ പാർട്ടി ഓഫീസും ഒഴിപ്പിക്കേണ്ടിവരുമെന്ന വി.എസ്. പറഞ്ഞതോടെയാണ് ഇരുവരും ശത്രുതയിലായത്. ഒഴിപ്പിക്കാനായി മൂന്നാറിലെത്തിയാൽ കാലും കൈയും വെട്ടുമെന്ന് പാർട്ടിയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായിരുന്ന എം.എം. മണി താക്കീത് നൽകി. മൂന്നാറിലെത്തിയ വി.എസ്. തന്റെ കാലും കൈയും അവിടെ തന്നെയുണ്ടെന്ന് തിരിച്ചടിച്ചിരുന്നു. പിന്നീട് മുല്ലപ്പെരിയാർ സമരവേദിയിൽ വി.എസ്. എത്തിയപ്പോൾ ജില്ലാ സെക്രട്ടറിയായ എം.എം. മണി വിട്ടുനിന്നു. അങ്ങനെ നീണ്ടുനിന്ന പിണക്കത്തിനാണ് അവസാനമായത്. ബിജു തറയിൽ, മീഡിയ 1 ഇടുക്കി.